നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തൊപ്പിയിൽ നിരവധി തൂവലുകളുണ്ട്. വികസന നായകനാണ്, വീരപരാക്രമിയാണ്, ഒരു പ്രത്യേക ആക്ഷൻ കൊണ്ട് KPCC പ്രസിഡന്റിനെ മുട്ടുകുത്തിച്ച ആളാണ്, പ്രഗത്ഭ പാർലമെൻറ്റേറിയനാണ്, വലിയ ഭരണകർത്താവാണ്, നിപ്പയെയും കോവിഡിനെയൊക്കെ പ്രതിരോധിച്ച ആളാണ്. അങ്ങനെ 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 പലതുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വെട്ടിത്തിളങ്ങുന്ന തൂവല എന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹം ഫാസിസത്തോട് സന്ധിയില്ലാതെ പൊരുതിയ ആളാണ്. പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് ഭയങ്കരമായ എതിർപ്പാണ്. ബ്രണ്ണൻകോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ RSSകാരുടെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിൽ കൂടി നടന്നിട്ടുള്ള ആളാണ്. അതുമാത്രമല്ല, തലശ്ശേരിയിലെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ RSS മാർക്സിസ്റ്റ് സംഘടനത്തിൽ നടുനായകത്വം വഹിച്ച ആളാണ്. അന്ന് ഇദ്ദേഹത്തിൻ്റെയും കൂട്ടാളികളുടെയും വെട്ടേറ്റ് രാമകൃഷ്ണൻ എന്നൊരു പാവപ്പെട്ട മനുഷ്യൻ പരലോകപ്രാപ്തനായി. ഇദ്ദേഹം ഒന്നാം പ്രതിയായിരുന്നു. രണ്ടാം പ്രതി നമ്മുടെ രാജഗോപാലൻ മാഷും, മൂന്നാം പ്രതി സ്വർഗസ്ഥനായ കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. തലശ്ശേരി സെഷൻസ് ജഡ്ജി ഇദ്ദേഹത്തെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പുള്ളി 1970 MLA ആയത്. ആ MLA ആയിരിക്കുമ്പോഴാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പോലീസ് എവിടെ കണ്ണൂർ ജയിലിൽ കൊണ്ടിട്ട് ഇടിച്ച് ഇഞ്ചപ്പരുവാക്കുകയും മുട്ടുകാല് തല്ലി ഓടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു തീയിൽ കുരുത്ത നേതാവാണ് സഖാവ് വിജയൻ. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴൊക്കെ RSS മാർക്സിസ്റ്റ് സംഘടനകൾ നമ്മുടെ നാട്ടിൽ നിത്യസംഭവമായിരുന്നു. ഒരുപാട് മാർക്സിസ്റ്റുകാർ വെട്ടേറ്റും കുത്തേറ്റും മരിച്ചു. അത്ര തന്നെ, അല്ലെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ കൂടുതലും RSSകാരും മരിച്ചു. പിന്നെ ഇദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഇതിനൊരു ചെറിയ ഉപശാന്തി ഉണ്ടായത്. ഈ രണ്ട് സംഘടനക്കാരും, RSSകാരും മാർക്സിസ്റ്റുകാരും, ശ്രീ M എന്ന് പറഞ്ഞ ഒരു യോഗ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളൊക്കെ സലാമത്താക്കി. ഇനി വെട്ടും കുത്തുമില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷവും അദ്ദേഹത്തിന് RSSനോട് താത്വികമായിട്ടും രാഷ്ട്രീയമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എതിർപ്പിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഈ മതേതര ചിന്താഗതിക്കാരുടെ ഇടയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. അങ്ങനെ മതേതരത്വത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മകളെ അന്യസമുദായക്കാരന് പുനർവിവാഹം ചെയ്തു കൊടുത്തത് എന്ന് വരെ ഒരു തിയറിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ തിയറി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എൻ്റെ അറിവിൽ സുപ്രസിദ്ധ സിനിമാ സംവിധായകനും ഇടതുപക്ഷ പുരോഗമന നവോത്ഥാന നായകനുമായ PT കുഞ്ഞുമുഹമ്മദാണ്. മകളെ മുഹമ്മദ് റിയാസിന് വിവാഹം ചെയ്തതോടുകൂടി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ വലിയ ബഹുമാനമാണ്, ആദരവാണ്, പ്രീതിയാണ് എന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് അതിനെ അടിവരയിടുന്ന ഒന്നായിരുന്നു. പല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ലീഡിക്കും. അതൊക്കെ വേറെ കഥയാണ്. ഞാനിപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ വലിയ ഒരു സംഘവിരുദ്ധ പ്രതിച്ഛായയുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരാധകർ അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെ വേണമെങ്കിലും സംഘി ചാപ്പ കുത്തിക്കളെ, അവൻ സംഘിയാണ്, ഇവൻ സംഘിയാണ്, മറ്റവൻ സംഘിയാണ് എന്നൊക്കെ പറയും. VD സതീശൻ സംഘിയാണ്, K സുധാകരൻ പണ്ടേ സംഘിയാണ്, എന്തിന് ഈ KM ഷാജി വരെ സംഘിയാണ്. പണ്ട് ഷാജി ഏതോ ഒരു RSSകാരൻ്റെ വീട്ടിൽ കല്യാണത്തിനോ അടിയന്തരത്തിനോ ചാത്തത്തിനോ ഏതാണ്ട് പോയിട്ടുണ്ട്. അന്ന് മുതൽക്ക് അദ്ദേഹത്തെ ഇവർ വിളിക്കുന്നത് കുമ്മനം ഷാജി എന്നാണ്. അപ്പോൾ ഇതാണ് അവരുടെ ചാപ്പയുടെ ഒരു സാധാരണ രീതി. ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ല. അങ്ങനെ സതീശനും സുധാകരനും അതുപോലെ തന്നെ KM ഷാജിക്കും വരെ സംഖ്യയാകാൻ സ്വാഭാവികമായിട്ടും ആരെ വേണമെങ്കിലും ചാപ്പ കുത്താം. അങ്ങനെ ചാപ്പകളുമായിട്ട് ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഉണ്ടാവും. പൂരം കലക്കിയത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന ആരോപണം ഉണ്ടാവും. അതൊക്കെ ഇവർ ചിരിച്ച് തള്ളി. സഖാവ് പിണറായി വിജയൻ ആരാണെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ സുദീർഘമായ ചരിത്രവും ഭൂമിശാസ്ത്രവും പൗരധർമ്മമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് വെറുതെ അതും ഇതും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കുകയില്ല. മാത്രമല്ല, ഈ ലാവ്ലിൻ കേസ് ഇങ്ങനെ നിരന്തരമായിട്ടും മാറ്റിവെക്കുന്നത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നവരുണ്ട്. സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെക്കുന്നത് കേന്ദ്ര സർക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് നമുക്കറിയാമെങ്കിലും ഈ പറയുന്ന ആളുകൾക്ക് അറിയില്ല. കുറേ സാധുക്കളെങ്കിലും അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അൻവറിൻ്റെ ഈ ഭൂമി കുലുക്കം ഉണ്ടാക്കി. അൻവറിൻ്റെ ബോംബ് വളരെയധികം ആളുകൾ വിശ്വസിച്ചു. അൻവർ പൊട്ടിക്കുന്ന ഉണ്ടയില്ലാത്ത വെടിയായിരിക്കും, പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് ഇതിലെന്തോ കഥയുണ്ട് എന്നാണ്.
അൻവർ വിരൽ ചൂണ്ടുന്നത് ADGP അജിത് കുമാറിൻ്റെ നേർക്കാണെങ്കിലും അതിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും രണ്ടുപേരും മുതലാളിയായിരിക്കുന്ന പിണറായി സഖാബിനും തുല്യ നിലയിൽ പൊള്ളിക്കുന്ന ആരോപണങ്ങളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, രാഷ്ട്രീയവും ധാർമ്മികവും ഔദ്യോഗികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല എന്ന കാര്യം അൻവറിനറിയാമോ എന്ന് നമുക്കറിയില്ല. അൻവറിൻ്റെ കൂടെയുള്ള KT ജലീലിന് ഏതായാലും അറിയാം. കാരണം അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി അൻവറിനില്ലെങ്കിലും ജലീലിനുണ്ട്. അപ്പോൾ ഇവരുടെ പുറകിൽ ഇതിന് പറ്റിയ ഒരു ടീമുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അബുദാബി മാഫിയ വളരെ ശക്തമായിട്ട് വിജയൻ സഖാവിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സാമുദായികമായ ചേരിതിരിവ് ഈ എതിരന്മാരുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ലീഗുകാരോ അല്ല, നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും CPM-ൽ സമീപകാലത്തായി കുടിയേറിയിട്ടുള്ള അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകളുമാണ്. അതിശക്തമായ ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് VD സതീശൻ അടുത്ത ബോംബ് പൊട്ടിക്കുന്നത്. അദ്ദേഹം പറയുന്നു, MR അജിത് കുമാർ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം RSS നേതാവ് ദത്താത്രേയ ഹൊസബോളയെ താമസ സ്ഥലത്ത് പോയി കണ്ടു എന്ന്. അത് സതീശൻ പറഞ്ഞപ്പോൾ അതിന് ആരും വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഇപ്പോൾ എന്ത് കാര്യത്തിനും പ്രാധാന്യം കിട്ടണമെങ്കിൽ അൻവർ പറയണം എന്നുള്ളതാണ് സത്യം. അൻവർ പോലും പറയാത്തൊരു ആരോപണം സതീശൻ ഉന്നയിച്ചു ഛായ് എന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനോരമ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുമായിട്ട് പുറത്തു വന്നത്. മനോരമ വായിച്ചാൽ പിന്നെ ആർക്കും ഒരു സംശയവും തോന്നുകയില്ല. പക്ഷേ മനോരമയാണ് എന്നൊരു പരാധീനത അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റ് ചാനലുകാരൊക്കെ അത് ഏറ്റുപിടിക്കുന്നു. സാക്ഷാൽ അജിത് കുമാർ തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുന്നു. അജിത് കുമാർ വ്യക്തിപരമായ പല കാര്യങ്ങളും സംസാരിക്കാനാണ് അത്രേ ഈ RSS നേതാവിനെ കാണാൻ പോയത്. ഇവർ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാണോ, കോളേജിൽ പഠിച്ചാണോ, അതോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടാണോ എന്നറിയില്ല. അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റേ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് ഊഹിക്കാനുള്ള ബുദ്ധി ഈ നാട്ടിൽ സകല ആളുകൾക്കുണ്ട്. അതിന് അൻവറിൻ്റെ അത്രയും ബുദ്ധിയെങ്കിലും മിനിമം ഉണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ അൻവർ ഇതുവരെ പറഞ്ഞിരുന്ന ആരോപണങ്ങൾക്ക് ഇപ്പോൾ ശക്തി വർദ്ധിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ മൗദൂദി ചാനലാണെങ്കിൽ വിജയൻ സഖാവിന് നേർക്ക് എല്ലാ പീരങ്കികളും എല്ലാ ടാങ്കുകളും തിരിച്ചു വച്ച് നിരന്തരമായി നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിലേക്കാണ് ഈ ഒരു ആരോപണം വരികയും അതിന് സ്ഥിരീകരണം ഉണ്ടാകുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഘടകകക്ഷി നേതാക്കന്മാർ പോലും അസ്വസ്ഥരാണ്. ബിനോയ് വിശ്വം, പന്നിയൻ രവീന്ദ്രനുമൊക്കെ അല്ലല്ലെന്ത് കഥ ഇത് കഷ്ടമേ എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശക്തിപ്പെട്ടിട്ടില്ല. പാർട്ടിക്കകത്തുള്ള ബുദ്ധിജീവികളെല്ലാവരും നിശബ്ദരാണ്. ഗോവിന്ദൻ മാഷ് പറയുന്നത് അത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അജിത് കുമാർ കാണാൻ പോകണമെങ്കിൽ അജിത് കുമാറിനോട് ചോദിക്കണം. അതിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഏതാണ്ട് സ്പ്രിംഗ്ലർ വന്നപ്പോഴും അതിനുശേഷം സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോഴും ഇവർ ശിവശങ്കരനെ കുറ്റപ്പെടുത്തി ശിവശങ്കരൻ്റെ മേൽ എല്ലാ പാപഭാരവും വച്ച് കെട്ടി കൈ കഴുകി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ അജിത് കുമാറിനെ ബലിയാടാക്കിയിട്ട് വിജയൻ സഖാബ് രക്ഷപ്പെടാൻ ശ്രമിക്കുമോ, അതോ രണ്ടുപേരും കൂടി ഒരുമിച്ച് മുങ്ങുമോ എന്ന് നമുക്കിനി അറിയാനുള്ളൂ. മിക്കവാറും വിജയൻ അജിത് കുമാറിനെ കൈ കഴിയും അദ്ദേഹത്തെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അജിത് കുമാർ എന്തിനു വേണ്ടിയിട്ട് ഇയാളെ കാണാൻ പോയി എന്ന ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കും. ഇപ്പോൾ നമ്മുടെ വെട്ടേറ്റ് മരിച്ച, അല്ലെങ്കിൽ മഴ കൊണ്ട് വെട്ടേറ്റ് മരിച്ച പാവ രാമകൃഷ്ണൻ്റെ കാര്യം ഞാൻ ആലോചിക്കും. ഏത് 1969 ആ തലശ്ശേരിയിൽ കൊല്ലപ്പെട്ട അയാൾ മരിക്കുമ്പോൾ മിക്കവാറും ശപിച്ച് കാണും. ഈ പിണറായി വിജയൻ വെട്ടിക്കൊന്നല്ലോ, ആ വെട്ടുമ്പോൾ നീ എന്നെപ്പോലെ സംഖ്യയായി കേരള ചരിത്രത്തിൽ അറിയപ്പെടട്ടെ, നിനക്കുള്ള യഥാർത്ഥ ശിക്ഷ അതാണ് എന്ന് ഈ പാവപ്പെട്ടവൻ, എന്നിട്ട് പശുവിനെ കറക്കുന്ന ആളായിട്ടായിരുന്നു, കറവക്കാരനായിരുന്നു, അയാൾ ശപിച്ചിട്ടായിരിക്കും മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഈ ദശരഥ മഹാരാജാവ് ഒരു യുവാവിനെ അമ്പെയ്ത് കൊല്ലുകയും അയാളുടെ മാതാപിതാക്കൾ ദശരഥനെ പുത്രശോകത്താൽ മരിക്കുക എന്ന് ശപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മരണസമയത്ത് ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭാരതശത്രുഘ്നന്മാരെയും കാണാൻ പറ്റാതെ ദശരഥൻ മരിച്ചതെന്നൊരു കഥയുണ്ട്. അതുപോലെ ഈ വെട്ടേറ്റ് മരിച്ച RSSകാരൻ്റെ ശാപമായിരിക്കും വിജയൻ സഖാവിന് ഇപ്പോൾ വലിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഏതായാലും ഇതിൻ്റെ കൗതുകകരമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് അധികം വൈകാതെ കണ്ടെത്താൻ കഴിയും. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാത്തിരിക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.